ആരാണ് നിങ്ങളുടെ ബോഡി ബിൽഡിംഗ് മത്സരങ്ങൾ ജഡ്ജ് ചെയ്യുന്നത്? നിങ്ങളുടെ ജഡ്ജസിന് യഥാർത്ഥത്തിൽ അതിനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടോ? കൃത്യമായിട്ടാണോ നമ്മുടെ സംഘടനകളിൽ ജഡ്ജിങ് നടക്കുന്നത്? നമുക്ക് ഒരുപാട് സംഘടനകൾ ഈ ലോകത്തുണ്ട്. അതിൽ IFBB ഉണ്ട്, IFBB പ്രോ ലീഗ്, WFF, WBPF, ഇതിൻ്റെ എല്ലാം പോഷക സംഘടനകൾ ഇവിടെ ഇന്ത്യയിലും കേരളത്തിലും എല്ലായിട്ടുണ്ട്. ഇതാണ് പ്രധാനമായിട്ടുള്ളത്. ഇവർക്കെല്ലാം ജഡ്ജിങ് ക്രൈറ്റീരിയകളുണ്ട്. ഇൻ്റർനാഷണലി എല്ലാം നല്ല രീതിയിലാണ്. എല്ലാ അസോസിയേഷനുകളിലെയും ജഡ്ജിങ് ക്രൈറ്റീരിയകൾ തമ്മിൽ ഒരുപാട് സാമ്യമുണ്ട്. ചില കാറ്റഗറികളുടെ പേരുകളിൽ മാത്രമാണ് വ്യത്യാസം വരുന്നത്. എന്നാലും ക്രൈറ്റീരിയകളിലുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മുടെ കേരളത്തിൽ നടക്കുന്ന മത്സരങ്ങളിലെ ജഡ്ജ് ചെയ്യുന്ന ജഡ്ജസ് ഇതെല്ലാം പഠിച്ചിട്ടാണോ വന്നിരിക്കുന്നത്? ഇതാണ് നമ്മുടെ ചോദ്യം. ഒരു ജഡ്ജ് ആവണമെന്നുണ്ടെങ്കിൽ അതിനുള്ള എക്സാം എഴുതി പാസ്സാവണം. ഈ പാസ്സാവാനായിട്ട് ബോഡി അനാട്ടമി പഠിക്കണം, പോസിങ്ങിനെ കുറിച്ച് പഠിക്കണം, ഇതിലെങ്ങനെ ജഡ്ജ് ചെയ്യാമെന്നുള്ള പോയിന്റ് ഇടാമെന്നുള്ള കാര്യങ്ങളും പഠിക്കണം. ഇതെല്ലാം പഠിച്ച് എക്സാം എഴുതി പാസ്സായാൽ മാത്രമേ ഒരാൾ ജഡ്ജ് ആവൂ. പക്ഷെ അങ്ങനെയാണോ ഈ കേരളത്തിലെ രീതികളിൽ പ്രകാരം നടന്നു പോകുന്നത്? ഈ ജഡ്ജ് ആകാൻ പോകുന്ന ആൾ എക്സാം എഴുതുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് മിനിമം ഒരു ക്വാളിഫിക്കേഷൻ വേണ്ടേ? അതായത് ഇപ്പോൾ ഇവിടെ ആകുന്ന പലരിലും +2 പോയിട്ട് 10ാം ക്ലാസ് പാസ്സാവാത്ത, മര്യാദയ്ക്ക് ഇംഗ്ലീഷോ സ്വന്തം പേരോ ഇംഗ്ലീഷിൽ എഴുതാൻ അറിയാത്ത ആളുകളെ ജഡ്ജായിരിക്കുന്നത് പല സംഘടനകളിലും എനിക്കറിയാം. ഞാൻ ഏകദേശം 10 വർഷത്തോളം ഈ സംഘടനകളിലും ഡിസ്ട്രിക്റ്റ് മുതൽ ഇൻ്റർനാഷണൽ തലത്തിൽ വരെയുള്ള മത്സരങ്ങൾ ജഡ്ജ് ചെയ്തിട്ടൊക്കെ നടന്നിട്ടുണ്ട്. പല സംഘടനകളിലുള്ള ഒരുപാട് പേരെ പേഴ്സണലി അറിയുന്നതിലെല്ലാം വെച്ച് നോക്കുമ്പോൾ ഈ അനാട്ടമി പഠിക്കുമ്പോഴായാലും ജഡ്ജിങ് ക്രൈറ്റീരിയ പഠിക്കുമ്പോഴായാലും ഇതിൻ്റെ സ്റ്റഡി മെറ്റീരിയൽ എല്ലാം ഇംഗ്ലീഷിലാണ് നമുക്ക് ഇൻ്റർനാഷണൽ ഫെഡറേഷൻ തരുന്നത്. ഇത് വായിച്ചു നോക്കാനോ ഇത് മനസ്സിലാക്കാനോ ഉള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ഒരാൾ ഈ ആളെങ്ങനെയാണ് ഇതെല്ലാം മനസ്സിലാക്കി ജഡ്ജായിരിക്കുന്നത്? ഒരു മത്സരം നടക്കുന്ന സമയത്ത് രജിസ്ട്രേഷൻ അത്ലറ്റ്സ് വരുമ്പോൾ അമൽ, അതുൽ, അഭിജിത്ത് ഈ പേരുകളുടെയൊക്കെ സ്പെല്ലിങ് അറിയാത്ത ആരെങ്കിലും ഉണ്ടാവും? ഈ പേരുകളുടെ വരെ സ്പെല്ലിങ് ചോദിച്ച് എഴുതുന്ന ഒരാൾ ജഡ്ജാണ്. ഒരു സംഘടനയിൽ ഞാൻ കണ്ട ഒരാളാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്. അപ്പം ഇങ്ങനെയുള്ള ആളുകൾ ജഡ്ജായിരിക്കുമ്പോൾ എങ്ങനെയാണ് അത്ലറ്റ്സിന് അതൊരു നീതി നടപ്പാക്കുന്നത് കൃത്യമായി നടക്കുക? ഒരു ജഡ്ജായിരിക്കുന്ന ആൾ അനാട്ടമി, പോസിങ്ങിൻ്റെ ക്രൈറ്റീരിയ, സിമെട്രി, പ്രൊപ്പോർഷൻ, ഡെഫിനിഷൻ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വിലയിരുത്തി അതിൽ ജഡ്ജ് ചെയ്യാനായിട്ടുള്ളൊരു അറിവ്, കഴിവ് ഇതെല്ലാം വേണം. കൃത്യമായ എഡ്യൂക്കേഷൻ പോലും ഇല്ലാത്ത ഒരാൾക്ക് എങ്ങനെ ഇത് ചെയ്യാൻ പറ്റും? അത് കൂടാതെ തന്നെ ഇപ്പോൾ ജഡ്ജസ് ആക്കുന്നതിൽ എഡ്യൂക്കേഷൻ ഇല്ലാത്ത ആളുകൾ, ഇതൊന്നും അറിയാത്ത ആളുകൾ എന്നുള്ളത് പോട്ടെ, കൂടുതലും ഇപ്പോൾ ജഡ്ജുകൾ ആക്കുന്നത് ആരൊക്കെയാണ്? ഇപ്പോഴത്തെ സംഘടനകൾ. ഒന്ന്, ഒരു വളരെയധികം കാലം ഒരുപാട് സ്റ്റുഡൻസിനെ, ശിഷ്യന്മാരെ കൊണ്ട് മത്സരങ്ങളിൽ ഇറക്കി ആ സംഘടനയിൽ സ്വാധീനം ചെലുത്തി കഴിയുമ്പോൾ ആ ആളെ കൊണ്ട് എക്സാം എഴുതിച്ച് നേരെ കാർഡ് കൊടുത്ത് ജഡ്ജാക്കുന്ന ഒരവസ്ഥ. 2, സ്പോൺസർഷിപ്പൊക്കെ കൊടുത്ത് സംഘടനയിൽ ഒരുപാട് കാലം വർക്ക് ചെയ്യുകയോ സ്പോൺസർഷിപ്പ് കൊടുക്കുകയോ സംഘടനയോട് ബന്ധപ്പെട്ട് ഒരുപാട് കാലം വർക്ക് ചെയ്യുക, അതിൻ്റെ പേരിൽ കൊടുക്കുന്ന ഒരാൾ. ഇങ്ങനെയുള്ള ആളുകളാണ് ഇപ്പോൾ ജഡ്ജസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ബോഡി ബിൽഡിംഗ് ചെയ്ത ഒരാൾക്കോ ഒരു ട്രെയിനറായി വർക്ക് ചെയ്ത ഒരാൾക്കോ പിന്നീട് ഇതിനെപ്പറ്റി തിയറിറ്റിക്കലി പഠിച്ച് ഒരുപാട് കാലം മത്സരങ്ങൾ കണ്ട് അങ്ങനെ ഒരാൾക്ക് മാത്രമല്ല ഈ ജഡ്ജി കാറ്റഗറിയിലേക്ക് വന്ന് ഇത് കൃത്യമായി ജഡ്ജ് ചെയ്യാൻ പറ്റൂ. അതല്ലാതെ മത്സരങ്ങൾക്ക് കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി ഓടി നടന്ന് ചായ വാങ്ങിച്ചു കൊടുത്ത ആളും ഭക്ഷണം വാങ്ങിച്ചു കൊടുത്ത ആളും സ്റ്റേജിലേക്ക് വെള്ളം കൊണ്ടു കൊടുക്കുന്ന ആളൊക്കെ ജഡ്ജായിരിക്കുന്ന സാഹചര്യമല്ലേ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? എല്ലാവരും നോക്കുക, നിങ്ങൾ 5-10 വർഷമായിട്ട് മത്സരങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കാണുന്ന എല്ലാ സംഘടനയിലെ ജഡ്ജസും ബോഡി ബിൽഡിംഗ് ചെയ്തവരോ ട്രെയിനറായി നിന്നവരോ കൃത്യമായി പഠിച്ചവരാണോ? അവരെല്ലാം അതിൽ പലരെയും നിങ്ങൾ മുൻകാലങ്ങളിൽ മത്സരത്തിന്റെ സ്റ്റേജിന്റെ സൈഡിൽ വെള്ളം കൊടുക്കാനും ചായ കൊടുക്കാനും നിന്ന ഒരാൾക്കാരെ ഇപ്പോഴും നിങ്ങൾ കാണുന്നില്ലേ പല സംഘടനകളിലും? ഇതെല്ലാം ശരിയായ രീതിയാണോ? അപ്പം ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ ബാധിക്കുന്നത് ആരാണ് യഥാർത്ഥത്തിൽ? അത്ലറ്റ്സിനെയല്ലേ. ഈ അത്ലറ്റ്സ് ഒരുപാട് വർഷത്തെ സഹനം കൊണ്ട് ഒരുപാട് കാശ് ചിലവാക്കി കഷ്ടപ്പെട്ട് ഇവർ സ്റ്റേജിൽ വന്ന് ഇത്ര അധികം ബുദ്ധിമുട്ടി പെർഫോം ചെയ്യുമ്പോൾ അവരെ ശരീരം പോലും കൃത്യമായി മനസ്സിലാക്കാൻ പറ്റാത്ത
ഒരാളാണ് മുമ്പിൽ ഇരുന്ന് മാർക്ക് ഇടുന്നതെങ്കിൽ പിന്നെ അവരുടെ ഈ കഷ്ടപ്പാടിനൊക്കെയുള്ള വാല്യൂ എന്താണ്? ഇതുകൊണ്ടല്ലേ ഈ അത്ലറ്റ്സിന് കേരളത്തിലുള്ള സംഘടനകളോട് ഉള്ള വിശ്വാസം നഷ്ടപ്പെട്ട് ഇവിടെയുള്ള സംഘടനകളെ കുറ്റം പറഞ്ഞുകൊണ്ട് മറ്റുള്ള മത്സരങ്ങളിലും മറ്റ് ചാമ്പ്യൻഷിപ്പുകളെല്ലാം കേരളത്തിന് പുറത്തുള്ള എല്ലാം ചെയ്യാനുള്ള കാരണം? അപ്പം ഇതെല്ലാം ശരിയാക്കി എടുക്കേണ്ട ബാധ്യത സംഘടനകൾക്കില്ലേ? നിങ്ങൾ ജഡ്ജിങ് ക്രൈറ്റീരിയ കൃത്യമായി പഠിപ്പിച്ച് കൃത്യമായി എക്സാം നടത്തി കൃത്യമായി ജഡ്ജസിനെ വെച്ച് മത്സരങ്ങൾക്ക് കൃത്യത വരുത്തേണ്ട ഒരു ബാധ്യത കൂടി നിങ്ങൾക്കില്ലേ? നമുക്ക് നമ്മുടെ ഈ അത്ലറ്റ്സിൻ്റെ ഭാവി കൂടി നോക്കേണ്ടതല്ലേ? ഇപ്പോൾ എല്ലാ സംഘടനകളും ബെറ്ററായ സംഘടനകളുണ്ട്, വളരെ മോശമുള്ള സംഘടനകളുണ്ട്, അതിൻ്റെ ഇടത്തരം എടുക്കുന്ന സംഘടനകളുണ്ട്. ഈ എല്ലാ സംഘടനകളിലും പ്രശ്നങ്ങളുണ്ട്. ഇതിൽ ഭൂരിഭാഗം സംഘടനകളുടെ പ്രശ്നം എന്താണ്? ഈഗോയാണ് പ്രധാന പ്രശ്നം. ഈ മുകളിലിരിക്കുന്ന അധികാരസ്ഥാനത്തിരിക്കുന്ന ആളുകൾക്ക് കഴിവുള്ളവരെ പൊക്കിക്കൊണ്ടുവരാനുള്ള മടി. കാരണം അവനെങ്ങാനും പൊങ്ങി വന്നാൽ എൻ്റെ സ്ഥാനം നഷ്ടപ്പെടുമോ, എനിക്കൊരു വെല്ലുവിളി ആവുമോ എന്നുള്ള ഒരു ഭയം. ഇതാണ് പ്രധാനമായിട്ടും കഴിവുള്ളവർ ഉയർന്നു വരാത്തതിൻ്റെ കാരണവും ഇനി എങ്ങാനും ഉയർന്നു വന്നാൽ അവരെ ചവിട്ടി താഴ്ത്തുന്നതിനുള്ള കാരണവും. ഇപ്പോൾ ഈ ക്വാളിറ്റി ഉള്ള ജഡ്ജസിനെ എടുക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഇന്ന് കേരളത്തിൽ ഇല്ല. പക്ഷേ നമ്മൾ പറയുന്നത് കേട്ട് നമ്മൾ പറയുന്നത് അനുസരിച്ച് നിൽക്കുന്ന ആളുകളെ മാത്രം ജഡ്ജിങ് പാനലിലേക്ക് എടുക്കുക എന്നുള്ളൊരു ആവശ്യവും ചിന്തയും ഉള്ളത് കൊണ്ട് മാത്രമാണ് ഈ ഒഫീഷ്യൽസ് ആയിട്ടുള്ള ആളുകൾ ഇത്രയും ക്വാളിറ്റി ഇല്ലാതെ ആളുകൾ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യം മാറേണ്ടതല്ലേ? ഇത് മാറ്റാനായിട്ട് അസോസിയേഷൻ്റെ ആളുകൾ തന്നെ മുന്നിട്ടിറങ്ങണം. കാരണം നിങ്ങളൊരിക്കലും അത്ലറ്റിൻ്റെ ഭാവി വെച്ച് കളിക്കാതിരിക്കുക. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഒരു 10 ജഡ്ജസ് ഉണ്ടായിരിക്കുക, അതിൽ 7 പേരോ 6 പേരോ നല്ലതായിരിക്കുക, പക്ഷെ ബാക്കി 3ഓ 4ഓ. ഇപ്പം നമുക്കൊരു വർഷത്തിൽ 14 ജില്ലയിൽ മത്സരം, മിസ്റ്റർ കേരള, ഓപ്പൺ കേരള, പിന്നെ ഓരോ ഏരിയ തിരിച്ചുള്ള മത്സരങ്ങൾ. ഇതിനെല്ലാത്തിനും എല്ലാം ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ പോകണമെന്നില്ലല്ലോ. ഈ വീക്കായിട്ടുള്ള കൃത്യമായ നോളജ് ഇല്ലാത്തുള്ള ജഡ്ജസും പോകുമല്ലോ. അപ്പോൾ അവർ പോകുന്ന മത്സരങ്ങളുടെ ജഡ്ജിങ്ങിൽ ഉണ്ടാകുന്ന പ്രശ്നവും വിഷയങ്ങളും അവസ്ഥ എന്തായിരിക്കും? അപ്പം അതിനൊരു മാറ്റം വേണ്ടതല്ലേ? അപ്പം അതുകൊണ്ട് കൃത്യമായ രീതിയിൽ ഇനി ഒരു ക്വാളിഫിക്കേഷൻ ഇതിന് മിനിമം വെക്കുക. അതായത് ലാംഗ്വേജ് മിനിമം നന്നായിട്ട് അറിഞ്ഞിരിക്കണം, ഇത്രയും നിങ്ങൾക്കൊരു പഠിപ്പുണ്ടായിരിക്കണം, നിങ്ങൾക്ക് ഇതൊക്കെ വായിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കണം. അങ്ങനെ ഒരു മിനിമം ഒരു ക്രൈറ്റീരിയ വെക്കുക. ഇത് എക്സാം എഴുതേണ്ടവർക്ക് വേണ്ടി ഈ ക്രൈറ്റീരിയ വെച്ച് നിങ്ങൾ ആളുകളെ എക്സാം എഴുതാൻ താല്പര്യമുള്ളവരെ പഠിപ്പിക്കുക. ഇത് IFBBയുടെ ജഡ്ജിങ് ക്രൈറ്റീരിയയുടെ ബുക്കുകളാണ്. ഓരോന്നോരോന്ന് ഇതിൻ്റെ കനം നോക്ക്. മെൻസ് ക്ലാസിക് എന്ന് പറഞ്ഞ കാറ്റഗറിയുടെ മാത്രം ഒരു ക്രൈറ്റീരിയ ആണ്. ഏകദേശം 16 പേജ് ഉണ്ട് ഇത് ഒരു കാറ്റഗറിയുടെ. മെൻസ് ക്ലാസിക്, വുമൻസ് ബിക്കിനി, മെൻസ് ബോഡി ബിൽഡിംഗ്, മെൻസ് ക്ലാസിക് ബോഡി ബിൽഡിംഗ്, മെൻസ് ക്ലാസിക് ഫിസിക് ഉണ്ട്, മെൻസ് ക്ലാസിക് ബോഡി ബിൽഡിംഗ് ഉണ്ട്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എത്ര ജഡ്ജസിനോട് അറിയാം? ഇത് രണ്ടിലെ പോസിങ്ങിലെ വ്യത്യാസം എത്ര പേർക്ക് അറിയാം? വുമൻസ് ബോഡി ഫിറ്റ്നസ്, വുമൻസ് ഫിസിക്, വുമൻസ് ബോഡി ഫിറ്റ്, വുമൻസ് ബിക്കിനി, വുമൻസ് വെൽനെസ്, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കാറ്റഗറികളുടെ വ്യത്യാസമോ ജഡ്ജിങ്ങോ എങ്ങനെയാണെന്ന് എത്ര പേർക്ക് അറിയാം? അപ്പം ഇത്രയും കാറ്റഗറികൾ ഇവിടെ ഉണ്ടായിട്ട് ഇത്രയും ബുക്കുകളെല്ലാം പഠിക്കണമെങ്കിൽ ഇവർക്ക് മിനിമം ഒരു ക്വാളിഫിക്കേഷൻ വേണ്ടേ? ഒരു 10 ജയിക്കാത്ത +2 ജയിക്കാത്ത ഒരാൾക്ക് എങ്ങനെ ഇതൊക്കെ പഠിച്ചെടുക്കാൻ പറ്റും? അതും ഇതിൻ്റെ ഉള്ളിലെ ടെക്നിക്കൽ വേർഡ്സ്, ഈ കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷ് കൃത്യമായി അറിഞ്ഞ ഒരാൾക്കല്ലേ പഠിക്കാൻ പറ്റൂ. അപ്പം ഇതെല്ലാം പഠിപ്പിച്ച് അവർക്ക് കൃത്യമായിട്ടുള്ളൊരു എക്സാം നടത്തുക. അനാട്ടമി, പോസിങ്ങിനെ പറ്റി, ഇതിൽ മാർക്ക് ഇടുന്നതിനെ പറ്റി, ഇതിലുള്ള വ്യത്യാസങ്ങളെല്ലാം ഒരുപാട് സീനിയറായിട്ടുള്ള ഒരുപാട് ഇൻ്റർനാഷണൽ മത്സരങ്ങളെല്ലാം കണ്ടുവന്ന ഒരുപാട് ജഡ്ജസ് എല്ലാ സംഘടനകളിലും ഉണ്ട്, നല്ല അറിവുള്ളവർ. ഇവരെല്ലാം ഇരുന്ന് നിങ്ങളുടെ അസോസിയേഷൻ്റെ ക്രൈറ്റീരിയകൾ കൃത്യമായി എല്ലാവരും പഠിപ്പിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള എക്സാം നടത്തി അതിൽ മാർക്ക് വെച്ച് ഇത്ര മാർക്കിന് താഴെയുള്ളൊരു തോറ്റു വീണ്ടും പഠിച്ച് അടുത്ത വർഷം എക്സാം എഴുത് എന്ന് പറഞ്ഞ് അങ്ങനെ എല്ലാവരും നല്ലൊരു ജഡ്ജാക്കി കൊണ്ടുവന്ന് നമ്മുടെ അത്ലറ്റ്സിന് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാക്കാൻ നമ്മളെ കൊണ്ട് പറ്റും.
ഇതിനു വേണ്ടി എല്ലാവരും ശ്രമിക്കുക. ഈ ജഡ്ജ് എന്ന് പറയണത് കാശ് കൊടുത്താൽ സ്വാധീനം ഉപയോഗിച്ച് കിട്ടേണ്ട ഒന്നാവരുത്. ഒരു ജഡ്ജസ് കാർഡ് കൊടുക്കുന്നത് എത്ര ഇമ്പോർട്ടൻറ്റ് റെസ്പോൺസിബിലിറ്റി ആണെന്ന് അസോസിയേഷൻസ് മനസ്സിലാക്കണം. അതൊരിക്കലും പണം കൊടുത്താലോ ഇൻഫ്ലുവൻസ് കൊണ്ടോ കിട്ടുന്ന ഒന്നല്ല. അതൊരു റെസ്പോൺസിബിലിറ്റി ടു ഡിസൈഡ് ആൻ അത്ലറ്റ്സ് ഫ്യൂച്ചർ ആണ്.